going to study the fourth block of this course, that is comparative study of Emil Durkheim, Karl Marx and Max Weber. First we have to look what is Karl Marx's perspective on religion. Marx was concerned more with the understanding of capitalist order than with the understanding of religion. But in his general understanding of capitalism, Marx also developed a general theory of society extending over almost all social institutions. Especially he gave some place for religion and politics also. Marx's model of society had an economic base which constrains the superstructure constituted by religion, politics, arts, etc. As you know, according to Marx, society determines man's consciousness. അപ്പോൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ society determines man's consciousness, മനുഷ്യന്റെ ബോധാവസ്ഥ. അത് എന്തിലെ കൂടിയൊക്കെ ചലിക്കണമെന്നുള്ളത് കാര്യം സൊസൈറ്റിയാണ് തീരുമാനിക്കണം. ഹെൻസ് ദ മിസറി വിച്ച് നെസസിയേറ്റ്സ് റിലീജിയൻ കംസ് നോട്ട് ജസ്റ്റ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ ബട്ട് ഫ്രം സ്പെസിഫിക് എക്സ്പ്ലോയിറ്റീവ് സോഷ്യൽ കണ്ടീഷൻസ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില എക്സ്പ്ലോയിറ്റീവ് സോഷ്യൽ കണ്ടീഷൻസ് ആണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ആരംഭിക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയാണ് റിലീജിയൻ ഓൾസോ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ദസ് റിലീജിയൻ ഈസ് ആങ്കേർഡ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ റിലീജിയൻ നങ്കൂരമിട്ടു സൊസൈറ്റിയിൽ ഇൻ മാർക്സ് തോട്ട്. അപ്പൊ ബ്രോഡ്ലി സ്പീക്കിംഗ്, മാർക്സ് വ്യൂസ് ഓൺ റിലീജിയൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ക്യാപിറ്റലിസം ഹാസ് ത്രീ തീംസ്. 3 തീംസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ റിലീജിയന്റെ പുറപ്പാടിൽ. ഫസ്റ്റ്ലി, റിലീജിയൻ ഈസ് ആൻ ഇല്യൂഷൻ വിച്ച് വീൽസ് റിയൽ എക്സ്പ്ലോയിറ്റീവ് കണ്ടീഷൻസ് ഇൻ സൊസൈറ്റി. അപ്പൊ ആദ്യത്തെ കാരണം റിലീജിയൻ ഈസ് ആൻ ഇല്യൂഷൻ, അതൊരു ഇല്യൂഷൻ ആണെന്ന്, ഒരു മിഥ്യ പോലെ. വിച്ച് വീൽസ് റിയൽ എക്സ്പ്ലോയിറ്റീവ് കണ്ടീഷൻസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ നടക്കണ ശരിയായിട്ടുള്ള ചൂഷണ വ്യവസ്ഥിതികളെ ഒരു മറയിടുന്ന കാര്യമാണ് റിലീജിയൻ ചെയ്യുന്നതെന്നാണ് മാർക്സ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്ലി, റിലീജിയൻ ഈസ് എ മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ആൽബറ്റ് ഇൻ എ മൈൽഡ് ഫോം. Then thirdly, religion can be discarded not through a critic of religion, but only changing the social conditions which give rise to religion. അപ്പൊ റിലീജിയനെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ചാൽ ഒരു വിമർശകന് അല്ലെങ്കിൽ കുറെ വിമർശകർക്ക് റിലീജിയനെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ബട്ട് ഓൺലി ചേഞ്ചിങ് ദ സോഷ്യൽ കണ്ടീഷൻ. അപ്പൊ ചില സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില സാമൂഹിക പരിസ്ഥിതികളാണ് മതത്തിന് ജന്മം കൊടുത്തതെങ്കിൽ ആ സാമൂഹിക പരിസ്ഥിതിയിൽ വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ മതമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുതലാളിത്തത്തിന്റെ സേവകൻ എന്ന പദവിയാണ് അദ്ദേഹം മതത്തിന് കൊടുത്തിരിക്കുന്നത്. മതത്തെ ആത്മാവില്ലാത്ത അവസ്ഥയുടെ ആത്മാവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് സോൾ ഓഫ് ദ സോൾലെസ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ്. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒപ്പിയം ഓഫ് ദ മാസസ്. അത് ജനങ്ങളുടെ കറുപ്പാണെന്ന്. അപ്പൊ ചൂഷണത്തിന്റെ ഈ ലോകത്തിലെ മതം ദുരിതത്തിന്റെ പ്രകടനമാണ്. അതേസമയം അത് യഥാർത്ഥ ദുരിതത്തിന് എതിരായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ മതം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അടിച്ചമർത്തുന്ന സാഹചര്യങ്ങൾ കാരണം മതം നിലനിൽക്കുന്നു. മതം സമൂഹത്തിൽ നിലനിൽക്കുന്നത് അവിടെ ചൂഷണത്തിന്റെ അടിച്ചമർത്തലിന്റെ ഒക്കെ ഒരു കാരണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടിച്ചമർത്തലും ചൂഷണവും നിറഞ്ഞ ഈ അവസ്ഥ അത് സമൂഹത്തിൽ ഇല്ലാതാവുമ്പോൾ മതവും ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. തങ്ങളുടെ മോശ സാമ്പത്തിക സാഹചര്യങ്ങൾക്കും അവരുടെ ചൂഷണത്തിനുമെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിന്റെ ഒരു രൂപം കൂടിയായിട്ടാണ് കാറൽ മാർക്സ് മതത്തെ കണ്ടത്. അതായത് എല്ലാ ആധുനിക മതങ്ങളും, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ ആധുനിക മതങ്ങളും അതുപോലെ മതങ്ങളുടെ ആരാധനാലയങ്ങളും പള്ളികളും എല്ലാം ചൂഷണത്തിനും തൊഴിലാളി വർഗത്തിന്റെ ചൂഷണത്തിനും മണ്ടത്തരത്തിനും ഒക്കെ ബൂർഷ്വാസികൾ ഉപയോഗിക്കുന്ന അവയവങ്ങളായിട്ടാണ് മതത്തിനെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പിയം ഓഫ് ദ മാസസ്, ജനങ്ങളുടെ കറുപ്പാണ് മതമെന്ന്.
റിലീജിയൻ ഹാസ് എ ഡബിൾ ഫങ്ഷൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റിലീജിയന് രണ്ട് ഫങ്ഷനാണ് ഉള്ളത്. ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഐഡിയോളജി, അതൊരു ഐഡിയോളജി ഓഫ് ദ റൂളിംഗ് എലൈറ്റ്, ഭരിക്കുന്നവരുടെ ഒരു ഐഡിയോളജി ആയിട്ട്, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഐഡിയോളജി ആയിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഒപ്പീറ്റ് ഓഫ് ദ മാസസ്, ജനങ്ങളുടെ ഒരു ഒപ്പിയമായിട്ടും അത് അല്ലെങ്കിൽ ഒപ്പീറ്റായിട്ടും അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. As you know, commodity is a product of men's labor. In a commodity, the social character of labor appears as an object. Here, the relationship between producers and their own labor is presented as a relationship not between themselves but between the product of their own labor. അപ്പൊ ഇനി അടുത്ത മാക്സ് വെബേഴ്സ് പെർസ്പെക്റ്റീവ്സ് ഓൺ റിലീജിയൻ. അപ്പൊ കാറൽ മാർക്സിന്റെ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മതം എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ ഒരു സേവകൻ എന്നൊരു പദവി മാത്രമാണ് അദ്ദേഹം മതത്തിന് കൊടുത്തിരിക്കുന്നത്. ചൂഷണ വ്യവസ്ഥിതി അല്ലെങ്കിൽ നല്ലതല്ലാത്ത ആയ വ്യവസ്ഥിതികൾ എത്ര നാള് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നോ അത്ര നാള് മതത്തിനും അവിടെ ആയുസ് ഉണ്ടാവും. അപ്പൊ എല്ലാ വ്യവസ്ഥിതികളും ശരിയായി ചൂഷണം അവസാനിച്ച് അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ പിന്നെ അവിടെ മതത്തിന്റെ ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് കാറൽ മാർക്സ്. ഇനി മാക്സ് വെബേഴ്സിന്റെ അഭിപ്രായം എന്താന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, വെബർ അപ്ലൈസ് ഹിസ് കൺസെപ്റ്റ് ഓഫ് റാഷണലൈസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഇൻ റിലീജിയനിലെ ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച കൺസെപ്റ്റാണ് റാഷണലൈസേഷൻ. സയൻസ്, ആർട്സ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ്, അതുപോലെ സയൻസ്, ആർട്സ്, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്സ് എല്ലാത്തിനെയും മനസ്സിലാക്കാനുള്ള ആ മെയിൻ കൺസെപ്റ്റ്, മതം ആയാലും സയൻസ് ആയാലും ആർട്സ് ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും പൊളിറ്റിക്സ് ആയാലും എല്ലാത്തിനെയും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് റാഷണലൈസേഷൻ ആണ്. For Weber, capitalism itself has born out of highest degree of economic rationalization. Weber argues and demonstrates that ideas can become major force in the development processes. Weber argues and demonstrate, അദ്ദേഹം വാദിക്കുകയും പ്രദർശിപ്പിച്ച് കാണിക്കുകയും ചെയ്തു ദാറ്റ് ഐഡിയാസ് ക്യാൻ ബിക്കം മേജർ ഫോഴ്സസ്. ഐഡിയാസ് ആണ് മേജർ ഫോഴ്സസ് ഇൻ ദ ഡെവലപ്മെന്റ് പ്രോസസ്സസ്. ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഏറ്റവും മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഐഡിയാസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ദ ഐഡിയ സപ്ലൈസ് ബൈ ദ പ്രൊട്ടസ്റ്റന്റ് സെക്സ് പ്ലേഡ് എ മേജർ റോൾ. അപ്പൊ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് ദ ഐഡിയ സപ്ലൈഡ് ബൈ ദ പ്രൊട്ടസ്റ്റന്റ് സെക്സ് സപ്ലൈ ചെയ്ത ആ ഐഡിയ, അതിനൊരു മേജർ റോള് തന്നെയുണ്ട് ക്യാപിറ്റലിസത്തിന്റെ ഡെവലപ്മെന്റിൽ. വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്, അപ്പൊ വെസ്റ്റ് ഭാഗവും ഈസ്റ്റ് ഭാഗവും നോക്കിയാൽ അവിടെ എങ്ങനെയാണ് ഈ മതചിന്തകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ഒക്കെ ഹെൽപ്പ് ചെയ്തതെന്നോ അതിന്റെ ക്യാപിറ്റലിസം വളരാനും രാജ്യത്തിന്റെ ചേഞ്ചസ് ഉണ്ടാക്കാനും ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. വെൻ കോൺട്രാസ്റ്റഡ് വിത്ത് ഈസ്റ്റ്, വെബർ ഫൈൻഡ്സ് ദാറ്റ് റാഷണലൈസേഷൻ ഹാസ് റീച്ച്ഡ് എ ഹയർ ഡിഗ്രി ഓൺലി ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിലാണ് റാഷണലൈസേഷൻ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തിയത്. ടേക്ക് ഫോർ എക്സാമ്പിൾ സയൻസ്. വെബർ സേസ് ദാറ്റ് ഓൺലി ഇൻ വെസ്റ്റേൺ സിവിലൈസേഷൻ സയൻസ് ഹാസ് റീച്ച്ഡ് എ ഹൈ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. വെസ്റ്റേൺ റീജിയണിലെ സയൻസ് ഏറ്റവും ഉയർന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്ത്. ഇൻ ഹിസ് ഐസ് ദോ India, China and Egypt had great traditions of knowledge. Due to the lack of experimental method, they lagged behind in economic development. അപ്പൊ ഇന്ത്യ, ചൈന, അതോ ഈജിപ്ത് മുതലായ രാജ്യങ്ങൾ അവിടെ ട്രഡീഷണൽ നോളജിന്റെ ഒരു കൂടാരം തന്നെയുണ്ട്. അതുപോലെ ഒത്തിരി സംഗതികൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ലാക്ക് ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ കുറവ് കൊണ്ട് ദേ ലാഗ്ഡ് ബിഹൈൻഡ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഈ വെസ്റ്റേൺ കൺട്രീസിനെ പോലെ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവരെക്കാളും ഈ പറഞ്ഞ ഇന്ത്യൻ, ചൈന, ഈജിപ്തും ഒക്കെ വെസ്റ്റേൺ കൺട്രീസിന്റെ പിന്നിലായിപ്പോയി. ഇൻ വേരിയസ് സ്പിയേഴ്സ് സച്ച് ആസ് മ്യൂസിക്, ആർക്കിടെക്ചർ, ലീഗൽ സിസ്റ്റം, പ്രിന്റിംഗ് സിസ്റ്റം, ബ്യൂറോക്രസി ആൻഡ് ക്യാപിറ്റലിസം, ദ വെസ്റ്റ് ഹാസ് റീച്ച്ഡ് എ ഹയർ ഡിഗ്രി ഓഫ് റാഷണലൈസേഷൻ. വെബർ പോയിന്റ്സ്
three aspects which mark the emergence of rational capitalism. അപ്പോൾ റാഷണൽ ക്യാപിറ്റലിസം വളരാനായിട്ട് 3 ആസ്പെക്ട് ഹെൽപ്പ് ചെയ്ത്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ്ലി റാഷണൽ ക്യാപിറ്റലിസ്റ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഫ്രീ ലേബർ, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്ലി റാഷണൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ tuned to regular market. And തേർഡ് ടെക്നിക്കൽ യൂട്ടിലൈസേഷൻ ഓഫ് സയന്റിഫിക് നോളജ്. ഇനി വേറെ ഒരു ആശയമാണ് കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ്. ഈ രണ്ടുപേരുടെ ആശയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് were deeply influenced by their religious beliefs in the choice of occupation. അവരൊരു തൊഴിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇതൊക്കെ തെരഞ്ഞെടുക്കാനായിട്ട് അവരുടെ വിശ്വാസത്തിനും കൂടി സ്ഥാനം കൊടുത്തിട്ട്, മതപരമായ വിശ്വാസത്തിനും കൂടി സ്ഥാനം കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുത്തത്. സൈറ്റിംഗ് ഡാറ്റ, വെബർ says that while Protestants send their children to technical institution, പ്രൊട്ടസ്റ്റാന്റുകാർ അവരുടെ കുട്ടികളെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് കൂടുതൽ തൊഴിൽ പഠിക്കാൻ അയച്ചതെങ്കിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയാണ് പ്രൊട്ടസ്റ്റാന്റുകാർ അവരുടെ കുട്ടികളെ പഠിപ്പിച്ചതെങ്കിൽ ദ കാത്തലിക് സെൻഡ് ദെയർ ചിൽഡ്രൻ ഓൺലി ടു ഹ്യൂമാനിറ്റീസ് എഡ്യൂക്കേഷൻ. ആ സന്ദർഭങ്ങളിലൊക്കെ കാത്തലിക്സ് അയച്ചുകൊണ്ടിരുന്നത് ഹ്യൂമാനിറ്റീസ് എഡ്യൂക്കേഷനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പ്രൊട്ടസ്റ്റാന്റ് ഔട്ട് നമ്പർ കാത്തലിക്സ് എമംഗ് ദ സ്കിൽഡ് ലേബേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതുകൊണ്ടാണ് തന്നെയാണ് പ്രൊട്ടസ്റ്റാന്റുകാരുടെ ഇടയിൽ സ്കിൽഡ് ലേബേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അടുത്തത് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. പ്രൊട്ടസ്റ്റാന്റിസം എസ്പെഷ്യലി കാൽവിനിസം ഹാഡ് ആൻ എക്കണോമിക് എത്തിക് കോണ്ടക്റ്റീവ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ അവരുടെ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം ഈസ് മണി, ക്രെഡിറ്റ് ഈസ് മണി ആൻഡ് മണി ക്യാൻ ബിഗെറ്റ് മണി. ടൈം എന്ന് പറയുന്നത് മണിയാണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതും മണി തന്നെ. മണി ക്യാൻ ബിഗെറ്റ് മണി, മണിക്ക് പണത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരുന്ന് സമ്പാദിച്ചുകൊണ്ടേയിരുന്ന് എന്നാൽ ചെലവാക്കൽ കുറക്കും. അപ്പോൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൂടുതൽ സമ്പത്ത് അവരുടെ ഇടയിൽ കുമിഞ്ഞ് കൂടാൻ തുടങ്ങി. അതുപോലെ അവരുടെ വേറൊരു വിശ്വാസമാണ് കോളിംഗ് എന്നുള്ളത്. വിളിക്കപ്പെട്ടവരെ എപ്പോഴാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരെന്നുള്ള ആ ഒരു മീനിങ്. ദ ലേബർ ടു ബിക്കംസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ആഫ്റ്റർ പ്രൊട്ടസ്റ്റാന്റിസം പീപ്പിൾ ഏൺഡ് എ ലോട്ട് ബട്ട് ഡിഡ് നോട്ട് സ്പെൻഡ് ലാവിഷ്ലി. പീപ്പിൾ വർക്ക് ഹാർഡ് ബട്ട് ഡിഡ് നോട്ട് കൺസ്യൂം ലക്ഷൂറിയസ്ലി. അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും, കുറെ ഏൺ ചെയ്യും, പക്ഷേ ഒന്നും മോഡിപരമായിട്ടുള്ള ജീവിതത്തിന്, ലക്ഷറിയസ് ലൈഫിന് വേണ്ടി ഒന്നും ചെലവാക്കിയില്ല. ദിസ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഈ ക്യാപിറ്റലിസത്തിന്റെ സ്പിരിറ്റ് ഹാഡ് ഇറ്റ്സ് റൂട്ട് ഇൻ അസെൻഡിക് പ്രൊട്ടസ്റ്റാന്റിസം whose adherents mainly were the rising strata of the lower industrial middle classes. In a sense of calling, there are major differences in understanding calling. അപ്പോൾ ഓരോ വിഭാഗത്തിന്റെ ഇടയിൽ ഈ കോളിംഗ്, വിളിക്കപ്പെട്ടത് എന്നുള്ള ആ ഒരു മീനിങ്ങിന് ഓരോരുത്തരും കാത്തലിസിസം, ലൂതറനിസം ആൻഡ് കാൽവിനിസം ഓരോരുത്തരും അവരവരുടേതായ ഓരോ കാഴ്ചപ്പാടുകളും വാല്യൂസും ആണ് അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ it was Calvin whose interpretation of calling coupled with the doctrine of predestination. അപ്പൊ കാൽവിന്റെ ആ സിദ്ധാന്തമാണ് ആ ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അതായത് ഈ സ്വർഗത്തിലേക്ക് ഈശ്വരൻ കുറച്ചു പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അത് ആരാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഈശ്വരന്റെ ആ ഇച്ഛ അത് മനുഷ്യനെ മനസ്സിലാക്കുന്നതിന് മുകളിലാണ്. മനുഷ്യൻ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലോകത്ത് ഏത് പ്രവൃത്തി ചെയ്താലും പ്രാർത്ഥിച്ചാലും അതുപോലെ ത്യാഗപ്രവൃത്തികൾ ചെയ്താലും ഒന്നും സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ ദൈവം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അവരെങ്ങനെയായാലും അവിടെ എത്തപ്പെടും എന്നുള്ള. അപ്പൊ ആ ഒരു ചിന്താഗതി കൊണ്ടാണ് അവർ ഹാർഡ് വർക്കിങ്ങും അതുപോലെ ഒട്ടും റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്നും അനാവശ്യമായിട്ട് ചെലവാക്കാതെ ഏറ്റവും ലളിത ജീവിതവും നയിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ കൺട്രീസ് ലൈക്ക് ഹോളണ്ട്, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ് ഒക്കെ ഇത്ര വലുതാകാനായിട്ട് കാരണം. അവിടെയൊക്കെ ഈ ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ അതിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ഇനി കാൽവിനിസം ആൻഡ് വേർഡ്ലി അസെൻഡിസിസം. The doctrine of
predestination holds the key to understanding of the capitalist spirit generated by Calvinist ethic. അത് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ്, അത് ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് റിലീജിയൻ ആൻഡ് കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ, അത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഡർക്കിംസ് വർക്ക് ദ എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ ലൈഫ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. വൈ വാസ് ഡർക്കിം ഇൻട്രസ്റ്റഡ് ഇൻ ദ എലിമെന്ററി ഫോംസ്? അപ്പം റിലീജിയനെ കുറിച്ച് പഠിച്ചപ്പോൾ ഡർക്കിം ഉപയോഗിച്ചത് എലിമെന്ററി ഫോംസിലാണ്. സൊസൈറ്റിയിലെ എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്, പഠിക്കാൻ തുടങ്ങിയത്. കൂടുതൽ എക്സ്പെരിമെന്റ് അവിടെയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, ഇഫ് യു ക്യാൻ റൈഡ് എ ബൈസിക്കിൾ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ബാലൻസ് ഓൺ എ മോട്ടോർ ബൈക്ക്. അപ്പം നമുക്കൊരു സൈക്കിള് ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ വാഹനങ്ങൾ, മോട്ടോർ ബൈക്കൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിലീജിയൻ ഈസ് അണ്ടർസ്റ്റുഡ്. ഇപ്പം നമ്മൾ ആദ്യം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിലീജിയൻ പഠിക്കുകയാണെങ്കിൽ, അതാണ് എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ എന്ന് ഇവിടെ ഡർക്കിം ഉദ്ദേശിക്കണം. അങ്ങനെ പഠിച്ചാൽ അപ്പോൾ ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ മുകളിലേക്കുള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡർക്കിം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിലീജിയൻ, ദാറ്റ് എലിമെന്ററി ഫോംസ് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇനി ഡർക്കിംസ് പെർസ്പെക്റ്റീവ്. To define religion, says Durkheim, we must first free the mind of all preconceived ideas of religion. അപ്പം നമ്മൾ റിലീജിയനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് റിലീജിയനെ കുറിച്ചുള്ളത് അത് ആകെ അങ്ങ് മാറ്റിവെക്കുക. ഡർക്കിം ഡിസ്കാർഡ്സ് ദ നോഷൻ ദാറ്റ് റിലീജിയൻ ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് മിസ്റ്റീരിയസ് ഓർ സൂപ്പർ നാച്ചുറൽ ഫിനോമിന വിത്ത് ഗോഡ്, സ്പിരിറ്റ്സ് ആൻഡ് ഗോസ്റ്റ്. അപ്പൊ ദൈവം, സ്പിരിറ്റ്സ്, ഗോസ്റ്റ്, അപ്പൊ അങ്ങനെയുള്ളതും മിസ്റ്റീരിയസും സൂപ്പർ നാച്ചുറൽ പവേഴ്സും കൊണ്ട് നിറഞ്ഞത് മാത്രമല്ല ദൈവം, അങ്ങനെയുള്ള നോഷൻസ് ഒക്കെ, ഐഡിയാസ് ഒക്കെ അതങ്ങ് മാറ്റാനാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റിലീജിയനെ ഡിഫൈൻ ചെയ്യാൻ. He points out that religion is as concerned with the ordinary as the extraordinary aspect of life. Thus, the rising and setting of the sun, the regular patterns of the seasons, the growth of plants and crops, the birth of new life are as much as a part of religious ideas as miracles and spectacular happenings. To define religion, അദ്ദേഹം ഡിഫൈൻ ചെയ്തേക്കുന്നത്, he says the various religious systems of the world must be examined in order to derive those elements. അപ്പോൾ വേരിയസ് റിലീജിയസ് സിസ്റ്റംസ് ഓഫ് ദ വേൾഡിലെ വേരിയസ് റിലീജിയസ് സിസ്റ്റംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? മസ്റ്റ് ബി എക്സാമിൻഡ് ഇൻ ഓർഡർ ടു ഡിറൈവ് ദോസ് എലിമെന്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ദേ ഹാവ് ഇൻ കോമൺ. അപ്പൊ ആ എലിമെന്റ്സിലൊക്കെ ആ ഓരോ വസ്തുക്കളിലുള്ള എലിമെന്റ്സിലും അവരുടെ സ്വഭാവത്തിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയാൽ റിലീജിയനെ നമുക്ക് എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. He put it, religious cannot be defined except by the characteristics which are found wherever religion itself is found. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റിലീജിയൻ ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റീവ് ടു സാക്രഡ് തിങ്സ്, ദാറ്റ് ഈസ് ടു സേ തിങ്സ് സെറ്റ് അപ്പാർട്ട് ആൻഡ് ഫോർബിഡൻ, ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് യുണൈറ്റ് ഇൻ ടു വൺ സിംഗിൾ മോറൽ കമ്മ്യൂണിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ റിലീജിയൻ ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ്, വിശ്വാസങ്ങളും അവയുടെ പ്രാക്ടീസസും അത് കൊണ്ട് നിറഞ്ഞതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സാക്രഡ് തിങ്സ് ഉണ്ട്, വിശുദ്ധമായിട്ടുള്ളതുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾ മാറ്റി നിർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് യുണൈറ്റ് ഇൻ ടു വൺ സിംഗിൾ മോറൽ കമ്മ്യൂണിറ്റി, അതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റഡി ഓഫ് ടോട്ടമിസം. ടോട്ടമിസം എന്ന് പറഞ്ഞാൽ കുലചിഹ്നം എന്നൊക്കെ പറയില്ലേ, അതാണ് ടോട്ടമിസം എന്ന് പറയുന്നത്. ആസ് ഹി ഹാസ് ബീൻ മെൻഷൻഡ് ഏർലിയർ, ഡർക്കിം ബിലീവ്സ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോർ കോംപ്ലക്സ് റിലീജിയൻസ് വൺ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് ദ സിമ്പിൾ ഫോം. അപ്പൊ ആദ്യമേ തന്നെ ഡർക്കിം പറഞ്ഞ് കോംപ്ലക്സ്, അതായത് ആധുനിക കാലത്തെ മതങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ഫോം, പുരാതന കാലത്തുള്ള സിമ്പിൾ ഫോംസ് ഓഫ് റിലീജിയനെ കുറിച്ച് ആദ്യം പഠിച്ചു വരണമെന്ന്. ഡർക്കിം മെയിൻറ്റെയിൻസ് ദാറ്റ് ടോട്ടമിസം ഈസ് ദ
മോസ്റ്റ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഇപ്പൊ ടോട്ടമിസം അല്ലെങ്കിൽ ഈ കുല ചിഹ്നം ആ വസ്തുത അതിന് ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ എന്ന് ഇവിടെ ഡർക്കിൻ പറയണം. ഹി ചോസ് ടു സ്റ്റഡി ടോട്ടമിസം ആസ് പ്രാക്ടീസ്ഡ് ബൈ ദ അബോറിജിൻസ് ഓഫ് സെൻട്രൽ ഓസ്ട്രേലിയ. Ethnographic information on these groups was available in plenty. Their social organization was the simplest known to sociologists and anthropologists. Totemism is linked with the social organization of clans. അപ്പോൾ ടോട്ടമിസം ആ ക്ലാനിൻ്റെ ആ ഗോത്രത്തിൻ്റെ ഓർഗനൈസേഷനുമായിട്ട് ലിങ്ക് ചെയ്താണ് കിടക്കുന്നത്. The members of the clan believe themselves to have descended from some common ancestor. അപ്പോൾ ആ ക്ലാനിലുള്ള ആളുകൾ, ആ ഗോത്രത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് അവരൊരു കോമൺ അൻസിസ്റ്റർ, ഒരു പൊതു പൂർവികനിൽ നിന്നുള്ള പിന്തുടർച്ചക്കാരാണ് ആ ക്ലാനിലുള്ള ആളുകൾ എല്ലാവരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ കോമൺ അൻസിസ്റ്റർ എന്ന് പറയണ വേണമെങ്കിൽ ഒരു ആനിമൽ ആകാം, ആനിമൽ, എ പ്ലാന്റ്, ചിലപ്പോൾ ഒരു പ്ലാന്റ് ആകാം, ഓർ ഈവൻ സം നോൺ ലിവിങ് ഒബ്ജക്റ്റ്, ഒരു കല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റ്, ഇത് ഏതെങ്കിലും ആകാം. അപ്പൊ ഇതിനെയാണ് ഒരു ടോട്ടമായിട്ട് കാണുന്നത്. ദ കോമൺ അൻസിസ്റ്റർ ഈസ് ദ ടോട്ടമിക് ഒബ്ജക്റ്റ്. അതിനെയാണ് ടോട്ടമിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് ആകാം, ഒരു ആനിമൽ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആകാം. അത് ഒരു പുണ്യ വസ്തുവായിട്ട് അതാണ് അവരുടെ കുലചിഹ്നം. അതിൽ നിന്നുള്ള ആ പൂർവികരിൽ നിന്നുള്ള സന്താനങ്ങളാണ് ആ ഗോത്രത്തിലുള്ള അംഗങ്ങൾ എന്ന ഒരു രീതിയാണ് അവര് വിശ്വസിച്ചിരുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടമിക് ഒബ്ജക്ട് ദാറ്റ് ഗീവ്സ് ദ ക്ലാൻ ഇറ്റ്സ് നെയിം ആൻഡ് ഐഡന്റിറ്റി. അപ്പൊ ഈ ടോട്ടമിക് ഒബ്ജക്റ്റ് ആണ് ആ ക്ലാനിന് ഒരു പേരും ഐഡന്റിറ്റിയും എല്ലാം നൽകുന്നത്. ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ നെയിം, ഇറ്റ് ഈസ് ആൻ എംബ്ലം. അത് വെറുതെ ഒരു പേര് മാത്രമല്ല, ഒരു എംബ്ലം തന്നെയാണ് അത്. ഇറ്റ് ഈസ് ഓഫൺ കാർവ്ഡ്, എൻഗ്രാവ്ഡ് ഓർ ഡിസൈൻഡ് ഓൺ അതർ ഒബ്ജക്ട്സ് ബിലോങ് ടു ദ ക്ലാൻ. ആ ക്ലാനിലെ മറ്റ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശരീരത്തിലും ഒക്കെ ഈ എംബ്ലം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പതിപ്പിക്കുകയും വരച്ചു വെക്കുകയും പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ദിസ് മേക്സ് അതർവൈസ് ഓർഡിനറി ഓർ കോമൺ ഒബ്ജക്ട്സ് സ്പെഷ്യൽ. അപ്പൊ ഈ ഇത് അവരുടെ ആ കുലചിഹ്നം അത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടാണ് അവര് കണക്കാക്കുന്നത്. അപ്പൊ അതിനെ പഠിക്കുക, ആ കുലചിഹ്നത്തിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ കുലചിഹ്നത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഗോത്രത്തെ തന്നെയാണ് ആദരിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്തെ തന്നെയാണ്, ആ ക്ലാനിനെ തന്നെയാണ് അവര് ആദരിക്കുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇവിടെ ഡർക്കിം. Briefly, members of a clan venerate a certain totemic object from which they claim descent. This object gives them their identity. അപ്പൊ ഈ ഒബ്ജക്റ്റ്, ഈ ടോട്ടമാണ് അവർക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കണം. ബട്ട് അക്കോർഡിംഗ് ടു ഡർക്കിം, ഇറ്റ് ഈസ് നോട്ട് ദ ഒബ്ജക്ട് ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ് ബീയിങ് വർഷിപ്ഡ്. അപ്പൊ ഇവര് വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുക എന്ന് പറഞ്ഞത് ഈ ടോട്ടത്തിന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ മാത്രമല്ല, ബട്ട് ദ ക്ലാൻ ഇറ്റ് സെൽഫ്, ആ മുഴുവൻ ഗോത്രത്തെ തന്നെയാണ്, ആ ഭൂമിയെ തന്നെയാണ് അവര് അവിടെ ആ ഭൂഖണ്ഡ അവരുടെ ആ പ്രദേശത്തെ തന്നെയാണ് അവര് ആരാധിക്കുന്നത്. റിലീജിയൻ ഈസ് നത്തിങ് ബട്ട് ഗിവിങ് സൊസൈറ്റി ഇറ്റ് സെൽഫ് എ ഡിവൈൻ ഫോം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, റിലീജിയൻ ഈസ് നത്തിങ് ബട്ട് ഗിവിങ് സൊസൈറ്റി ഇറ്റ് സെൽഫ് എ ഡിവൈൻ ഫോം ബിക്കോസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്സൈഡ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന് പുറത്തു ഉള്ള ഈ സൊസൈറ്റി അത് തന്നെയാണ് ആരാധനയ്ക്ക് ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള വസ്തു. അതുകൊണ്ട് ഈ തോട്ടത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റീനെ തന്നെയാണ് അവര് ആരാധിക്കുന്നത്. It stands outside of individuals exerting physical and moral constraints on them. അപ്പൊ ഫിസിക്കലുമായിട്ടും മോറലുമായിട്ടും ഒരു നിയന്ത്രണം തന്നെ അവർക്ക് ഈ ആരാധന വസ്തു പ്രദാനം ചെയ്യുന്നുണ്ട്. വർഷിപ്പിംഗ് സൊസൈറ്റി പ്രൊഡ്യൂസസ് ഇൻ ഇറ്റ്സ് മെമ്പേഴ്സ് എ ഫീലിംഗ് ഓഫ് വൺനെസ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് വർഷിപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഞങ്ങളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വൺനെസ് ഫീലിംഗ്, സോളിഡാരിറ്റി, ഐക്യം, എൻത്യൂസിയാസ്യം, ഇതെല്ലാം അവരിൽ ഉണ്ടാകുന്നുണ്ട്. ഹെൽപ്പിംഗ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കളക്റ്റീവ് ലൈഫ്. അപ്പൊ ആ കളക്റ്റീവ് ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആ സൊസൈറ്റിയില് അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനും അവരെ യോഗ്യരാക്കി തീർക്കുന്നു. ഇനി റിലീജിയൻ ആൻഡ് സയൻസ്. ഡർക്കിം റൈറ്റ്സ് ദാറ്റ് റിലീജിയൻ
though will ultimately give way to the advance of scientific thoughts. അപ്പോൾ ഏറ്റവും അവസാനം റിലീജിയൻ തന്നെയാണ്. ഡർക്കി മെയിൻറ്റെയിൻസ് ദാറ്റ് സയന്റിഫിക് തോട്ട് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ റിലീജിയസ് തോട്ട്. റിലീജിയസ് തോട്ടിൽ നിന്നാണ് സയന്റിഫിക് തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഡർക്കിൻ പറയുന്നത്. ഡർക്കിൻ റൈസ് ദാറ്റ് റിലീജിയസ് തോട്ട് വിൽ അൾട്ടിമേറ്റ്ലി ഗിവ് വേ ടു ദ അഡ്വാൻസ് ഓഫ് സയന്റിഫിക് തോട്ട്. ഹി പോയിന്റ്സ് ഔട്ട് ദാറ്റ് സോഷ്യൽ sciences are in fact undertaking a scientific study of religions itself. ഇനി അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ മാർക്സ് ആൻഡ് വെബർ ആണ്. അപ്പൊ ഇവിടെ മാർക്സിന്റെയും വെബറിന്റെയും അഭിപ്രായങ്ങളിലുള്ള കമ്പാരിസൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കമ്പാരിസൺസ് ആണ്. ഫസ്റ്റ്ലി ബോത്ത് മാർക്സ് ആൻഡ് വെബർ എഗ്രീഡ് ദാറ്റ് ക്യാപിറ്റലിസം ഈസ് നോട്ട് എ മിയർ എക്കണോമിക് സിസ്റ്റം. രണ്ടുപേരും ഇത് അഭിപ്രായപ്പെടുന്നുണ്ട്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ ഒരു എക്കണോമിക് സിസ്റ്റം മാത്രമല്ല, ബട്ട് ഇറ്റ് പെർമേറ്റ്സ് ആൻഡ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദ സൊസൈറ്റി. അത് സൊസൈറ്റിയിൽ മുഴുവൻ തന്നെ വ്യാപിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സെക്കൻഡ്ലി ബോത്ത് ഓഫ് ദം എഗ്രീഡ് ദാറ്റ് സോഷ്യൽ വാല്യൂസ് വിച്ച് നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് സോഷ്യൽ വാല്യൂസും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം വെർ നോട്ട് നാച്ചുറൽ ബട്ട് ദ ഔട്ട്കം ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ പ്രോസസ് അല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണെന്ന്. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചായിരുന്നു, പല സ്റ്റേജുകൾ പാസ് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസത്തിലേക്ക് സൊസൈറ്റി എത്തിയത്. തേർഡ്ലി ബോത്ത് ഓഫ് ദം എഗ്രീഡ് ദാറ്റ് ദ ന്യൂ ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രീനിയേഴ്സ് ക്ലാസസ് ഡിഡ് നോട്ട് കം ഫ്രം pre-capitalist financial or merchant classes. Weber agreed with Marx on the idea that capitalist class was the rising class. അപ്പോൾ വെബറും മാർക്സിന്റെ അഭിപ്രായത്തോടെ യോജിച്ചിട്ടുണ്ട്. ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് വാസ് ദ റൈസിംഗ് ക്ലാസ് എന്നുള്ളത്. The major differences is that അത് അപ്പോൾ അവരുടെ സിമിലാരിറ്റി ആണ് ആദ്യം പറഞ്ഞത്. ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കുക. The major differences is that while Marx considered ideas to be simple reflections of social and economic realities, Weber considered ideas to be important for development. അപ്പൊ മാർക്സ് ഐഡിയാസിനെ കണ്ടത് സിമ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റിയാലിറ്റീസ് ആയിട്ടാണ്. അവിടെ വെബർ ആണെങ്കിൽ കൺസിഡേർഡ് ഐഡിയാസ് ടു ബി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെവലപ്മെന്റ്. പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഐഡിയനെ വെബർ കണ്ടത്. Weber did not establish a one-to-one relationship between religion and development. റിലീജിയനും ഡെവലപ്മെന്റും തമ്മിലൊരു one-to-one റിലേഷൻഷിപ്പ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. Weber's thesis allow us to say that after a certain stage of development, religion may serve as the ideology of those who benefited out of the development. Another difference between Marx and Weber is that while Weber asserted the criticism of religion from within, അപ്പൊ മതം എന്താന്ന് പറഞ്ഞ് അതിന്റെ ക്രിറ്റിസിസം അദ്ദേഹം അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പറഞ്ഞായിരുന്നു. വെദർ മാർക്സ് റൂൾ the criticism of religion is possible from outside the religion എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Moreover, Marx's view of religion as a wheeling mechanism, അദ്ദേഹം ഒരു വീലിംഗ് മെക്കാനിസം ആണ്, ഒരു മറയിടുന്ന പ്രവൃത്തിയാണ് റിലീജിയൻ ചെയ്യുന്നതെന്ന് മാർക്സ് പറഞ്ഞു. Whereas Weber's view of religion as a bearer of ideas, റിലീജിയൻ എന്ന് പറഞ്ഞാൽ കുറെ ഐഡിയാസ്, ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് അപ്ലൈസ് ടു സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ സിസ്റ്റം. ചില ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ സിസ്റ്റത്തിന് ഡെവലപ്മെന്റിന് വേണ്ട, പുരോഗതിക്ക് വേണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് റിലീജിയൻ എന്നുള്ള അഭിപ്രായക്കാരനാണ് വെബർ. In Weber's thesis, we find the emphasis on individual. In Marx, we do not find the same. Weber's thesis-ൽ ഇൻഡിവിജ്വലിനെ എംഫസൈസ് ചെയ്യേണ്ടെങ്കിൽ മാർക്സ് അതുപോലെ ചെയ്യുന്നില്ല. അപ്പാർട്ട് ഫ്രം ദ അബവ് സ്പെസിഫിക് ഡിഫറൻസസ് ബിറ്റ്വീൻ വെബർ ആൻഡ് മാർക്സ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റിലീജിയൻ, there are several general differences. ഇതുകൂടാതെ കുറെ
ഇങ്ങനെ പസഫിക് ആയിട്ട് കുറെ ഡിഫറൻസസ് ഉണ്ട്. അതുകൂടാതെ ജനറൽ ഡിഫറൻസസ് ഇവർ തമ്മിലുണ്ട്. ഫോർ മാർക്സ് ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി എപ്പോക്സ്. ഹിസ്റ്ററി പല ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുള്ളതായിട്ട്, അതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ഒന്നും കണ്ട് മാർക്സ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ ക്യാപിറ്റലിസത്തിൽ എത്തുന്നത്. ക്യാപിറ്റലിസം ഈസ് വൺ സച്ച് എപ്പോച്ച് ഇൻ ഹിസ്റ്ററി. അപ്പൊ അതിലെ ഒരു അവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞത്. വേറാസ് ഫോർ വെബർ ക്യാപിറ്റലിസം ഈസ് ദ സ്പെസിഫിക് സ്റ്റേജ് വൺ ലോങ് ഡ്രോൺ ഔട്ട് ഹിസ്റ്റോറിക്കൽ പ്രോസസ് കോൾഡ് റാഷണലൈസേഷൻ. റാഷണലൈസേഷനെ കൂടി വളർന്നു വന്ന ഒരു സ്റ്റേജാണ് ക്യാപിറ്റലിസം എന്നുള്ള അഭിപ്രായക്കാരനാണ് വെബർ. ക്യാപിറ്റലിസം ഈസ് നോട്ട് ജസ്റ്റ് ആൻ എക്കണോമിക് സിസ്റ്റം ഓർ സോഷ്യൽ സിസ്റ്റം അലോൺ ഫോർ വെബർ. ഫോർ ഹിം ക്യാപിറ്റലിസം ഈസ് ഓൾസോ എ കൾച്ചറൽ സിസ്റ്റം. ഇപ്പൊ വെറുതെ ഒരു എക്കണോമിക് സിസ്റ്റോ സോഷ്യൽ സിസ്റ്റോ മാത്രമല്ല വെബറിന് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ, അതൊരു കൾച്ചറൽ സിസ്റ്റം കൂടിയാണ്. മാർക്ഡ് ബൈ റാഷണലൈസേഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്, നെയിംലി അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി, സയൻസ്, ഇതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ഡെവലപ്മെന്റൽ പ്രൊസീജിയറാണ് ക്യാപിറ്റലിസം എന്നാണ് വെബർ പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ വെബർ ആൻഡ് ഡർക്കിൻ. Each thinker's methodology provides a certain framework with which he or she approaches substantive issues. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ യു ഹാവ് സീൻ ഹൗ ഡർക്കിം സ്ട്രെസ്സസ് ദ എക്സ്റ്റീരിയറിറ്റി ഓഫ് സോഷ്യൽ ഫാക്ട്. സോഷ്യൽ ഫാക്ടിന്റെ പുറത്തുള്ള ഇമ്പോർട്ടൻസ് ഡർക്കിം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹി റിഗാർഡ്സ് തിങ്സിനെയാണ് അവിടെ സൊസൈറ്റിയിലെ പഠിക്കാനുള്ള വസ്തുക്കളായിട്ട് അദ്ദേഹം സോഷ്യൽ ഫാക്ടിനെ കണ്ടത്. അതുപോലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി സൂയി ജനറസ്, അത് സ്വയം ജനിച്ചിട്ടുള്ള ഒന്നാണ് സൊസൈറ്റി. സൊസൈറ്റിനെ ആരും ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അത് സ്വയമേ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ഇറ്റ് എക്സിസ്റ്റ് ഓവർ ആൻഡ് എബവ് ദ ഇൻഡിവിജ്വൽ. അത് ഓവർ ആൻഡ് എബവ് ഇൻഡിവിജ്വലിലുള്ളതാണ്. ഇൻഡിവിജ്വൽസ് ആർ ബോൺ ആൻഡ് ഡൈ, ബട്ട് സൊസൈറ്റി മോർ ഓർ ലെസ് ഇന്റേർണൽ. അവിടെ ജനിക്കുന്ന വ്യക്തികൾ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യും, പക്ഷേ സൊസൈറ്റി എപ്പോഴും അവിടെ തന്നെ നിലനിൽക്കും. അപ്പൊ വെബർ ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ആസ് ആക്ടേഴ്സ്. അദ്ദേഹം സോഷ്യൽ ആക്ഷൻ ആണ് വെബർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് വെബറിന്റെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ആക്ടേഴ്സ് ആണെന്ന്, സൊസൈറ്റിയിലുള്ള ആക്ടേഴ്സ് ആണ്. ഓറിയന്റിങ് ദെയർ ബിഹേവിയർ പാറ്റേൺ ഇൻ ടേംസ് ഓഫ് ദെയർ വാല്യൂസ് ആൻഡ് ബിലീവ്സ്. അപ്പൊ വാല്യൂസും ബിലീവ്സും ഒക്കെ അനുസരിച്ച് ആക്ട് ചെയ്യുന്നത് അതാണ്. അങ്ങനെ ഒരു റോളാണ് അവിടെ ഇൻഡിവിജ്വൽസിന് കൊടുത്തിരിക്കുന്നത്. Let us look the different types of religious system located in very different social settings that they handle. അപ്പോൾ അവരുടെ യൂണിറ്റ്സ് ഓഫ് അനാലിസിസ് എന്തൊക്കെയാണെന്ന്. എമിൽ ഡർക്കിം സ്റ്റഡീസ് റിലീജിയൻ ഇൻ വാട്ട് ഹി ബിലീവ്സ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് എലിമെന്ററി ഫോം. അപ്പൊ ഏറ്റവും എലിമെന്ററി ഫോമിലുള്ള റിലീജിയനെയാണ് അദ്ദേഹത്തിന്റെ പഠനത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഹി ഫോക്കസസ് ഓൺ ട്രൈബൽ സൊസൈറ്റി വേർ കളക്റ്റീവ് ലൈഫ് ഈസ് പെർവസീവ്. അപ്പൊ കളക്റ്റീവ് ലൈഫ് കിട്ടാൻ ഏറ്റവും നല്ലതായിട്ടുള്ളത് ട്രൈബൽ സൊസൈറ്റി ആണെന്ന് കണ്ടിട്ട് ആ ട്രൈബൽ സൊസൈറ്റീസിനെയാണ് അദ്ദേഹം റിലീജിയനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. വെബർ ഓൺ ദ അതർ ഹാൻഡ് സ്റ്റഡീസ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രേറ്റ് വേൾഡ് റിലീജിയൻ. ഗ്രേറ്റ് വേൾഡ് റിലീജിയൻ സിമ്പിൾ ഫോം അല്ല, ഏറ്റവും മേജർ ഫോം ഓഫ് റിലീജിയനാണ് വെബർ തന്റെ പഠനത്തിനായിട്ട് തെരഞ്ഞെടുത്തത്. ദ റോൾ ഓഫ് റിലീജിയൻ. Taking the above point further, we can see that Durkheim basically sees religion as an expression of the collective consciousness. Collective consciousness in the ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഇവിടെ റിലീജിയന് വെബർ അല്ല ഡർക്കിം കണ്ടത്. വെയർ വെബർ ഇൻ കോൺട്രാസ്റ്റ്, വെബർ അതിന് എതിരായിട്ട് വിഷസ് ടു അണ്ടർസ്റ്റാൻഡ് റിലീജിയൻ ഇൻ റിലേഷൻ ടു എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. എക്കണോമിക്കലും പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സുമായിട്ട് കൂട്ടി നിർത്തിയാണ് റിലീജിയനെ വെബർ കണ്ടത്. ഇനി ഗോഡ്, സ്പിരിറ്റ്സ് ആൻഡ് പ്രൊഫറ്റ്സ്. ഡർക്കിം ഡിനൈസ് ദാറ്റ് റിലീജിയൻസ് ഇസ് കൺസേൺഡ് വിത്ത് ദ മിസ്റ്റീരിയസ്, വിത്ത് ഗോഡ്സ് ആൻഡ് സ്പിരിറ്റ്സ്. ഗോഡ്സ്, സ്പിരിറ്റ്സ്, മിസ്റ്റീരിയസ്, രഹസ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊഫറ്റ്സ് അതൊക്കെ ഡർക്കിംസ് തള്ളിക്കളഞ്ഞു. ഹി ഹോൾഡ്സ് ദാറ്റ് ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഈസ് സൊസൈറ്റി ഇറ്റ് സെൽഫ്. ഇത് ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധനക്ക് സ്തുത്യർഹമായിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാൽ അത് സൊസൈറ്റി ഇറ്റ് സെൽഫ്, സൊസൈറ്റി തന്നെയാണ്. ട്രാൻസ്ഫോംഡ് ആൻഡ് റെപ്രസെന്റഡ് ടു സർട്ടൻ സിംബോളിക് ഒബ്ജക്ട്സ്. പല സിംബോളിക് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സൊസൈറ്റീനെ തന്നെയാണ് വർഷിപ്പ് ചെയ്യണേ എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു ഡർക്കിം. വെബർ ടേക്സ് ദ എക്സാമ്പിൾ. വെബർ അൺലൈക്ക്
ഡർക്കിമിനെ പോലെയുള്ള അറ്റാച്ച് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു പ്രൊഫറ്റ്സ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് റിലീജിയസ് ബിലീവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പ്രൊഫറ്റ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥാനമാണ് ഇവിടെ വെബർ കൊടുത്തിരുന്നത്. Religion and science. Durkheim views both religion and science as providing society with its collective representations. The classification of science derived from those of religion. ഇത് ഡർക്കിമിന്റെ അഭിപ്രായമാണ്. Comparing the views of these authors, it is not easy task to detect the relationship between religion and science. They are dealing with such vastly different societies that their findings are found to be different, but some points to emerge. ഇനി ഈ റിലീജിയൻ സയൻസ് അതിനെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ റിലീജിയൻ സയൻസ് എന്ന് പറയുന്ന റിലീജിയന്റെ തന്നെ ഒരു തുടക്കം തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. റിലീജിയനിൽ നിന്നാണ്, റിലീജിയസ് തോട്ടിൽ നിന്നാണ് സയന്റിഫിക് തോട്ട് ഉത്ഭവിച്ചതെന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെബർ വ്യൂസ് ഇറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റാഷണാലിറ്റി. ഇനി സയൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റാഷണാലിറ്റി ആൻഡ് ചലഞ്ച് ടു ദ ട്രഡീഷണൽ ആൻഡ് മിസ്റ്റിക്കൽ ക്ലെയിം ഓഫ് റിലീജിയൻ ട്രഡീഷണൽ ഫെയ്ത്ത്. അതിനൊക്കെ ഒരു ചലഞ്ചായിട്ട് റാഷണാലിറ്റിയാണ് സയൻസിന് ഫോം കൊടുത്തതെന്നുള്ള അഭിപ്രായക്കാരനാണ് വെബർ. Science provides empirical knowledge or verifiable factual information which helps human beings to know and master the world. Durkheim sees religion as a means where individual acknowledge the physical and moral power of society. Moral power of society, physical ആയിട്ടുള്ള ഫിസിക്കലും മോറലും ആയിട്ടുള്ള പവർ ഓഫ് സൊസൈറ്റി മനസ്സിലാക്കാനുള്ള ഒരു സ്ഥലമാണ്, ഒരു മേഖലയാണ് റിലീജിയൻ എന്നാണ് ഡർക്കീം പറഞ്ഞത്. റിലീജിയൻ ഈസ് എ വേ ഓഫ് ക്ലാസിഫൈങ് ആൻഡ് ഓർഡറിങ് കൺസെപ്റ്റ്സ് ആൻഡ് ഈസ് ദസ് ദ ഫോർ റണ്ണർ ഓഫ് സയൻസ്. അപ്പൊ സയൻസിന് മുമ്പേ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ ആണ് ഡർക്കീം പറയുന്നത്. വെബർ സ്റ്റഡീസ് റിലീജിയൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മീനിങ്സ് ഫോർ ദോസ് ഹു ഫോളോ ഇറ്റ് ആൻഡ് ഹൗ ദിസ് മീനിങ്സ് ഹെൽപ്സ് ദം ഓറിയന്റ് ദെയർ ആക്ഷൻസ് ഇൻ അതർ സോഷ്യൽ ആക്ടിവിറ്റീസ്. സയൻസ് അറൈസസ് ആസ് എ ചലഞ്ച് ടു റിലീജിയസ് ഐഡിയാസ്. അപ്പൊ ഇവിടെ വെബറിന്റെ അഭിപ്രായത്തിൽ സയൻസ് ഉയർന്നു വന്നത് റിലീജിയസ് ഐഡിയാസിന് ഒരു ചലഞ്ച് ആയിട്ടാണ്. ഡ്രൈവിംഗ് ഔട്ട് ഗോസ്റ്റ് ആൻഡ് സ്പിരിറ്റ്സ് ആൻഡ് റീപ്ലേസിംഗ് ദം വിത്ത് എംപറിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഈ ചെറിയ ഒരു കോളത്തിൽ രണ്ടുപേര് തമ്മിലുള്ള ആ പെർസ്പെക്റ്റീവ്സിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് പഠിക്കുക. അത് തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് വലിയ എസ്സേ ആയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്താനും പറ്റും. അപ്പൊ എമിൽ ഡർക്കീം, മാക്സ് വെബർ. അതിൽ ആദ്യത്തത് എമിൽ ഡർക്കീം സ്റ്റഡീഡ് പ്രിമിറ്റീവ് റിലീജിയൻ, ആദ്യകാലത്തുണ്ടായ റിലീജിയനെ കുറിച്ചാണ് എമിൽ ഡർക്കീം സ്റ്റഡി നടത്തിയത്. മാക്സ് വെബർ ആണെങ്കിൽ സ്റ്റഡീഡ് വേൾഡ് റിലീജിയൻ, ആധുനിക ലോകത്തിലുള്ള റിലീജിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം, ഏറ്റവും മേജർ റിലീജിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. സെക്കൻഡ്, വ്യൂസ് റിലീജിയൻ ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്നസ്. എമിൽ ഡർക്കീമിന്റെ അഭിപ്രായത്തിൽ റിലീജിയൻ എന്ന് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യസിന്റെ ഒരു എക്സ്പ്രഷൻ ആണെന്നാണ്. ഇവിടെ മാക്സ് വെബർ പറയണ വ്യൂസ് റിലീജിയൻ ഇൻ റിലേഷൻ ടു പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സിന്റെ റിലേഷൻ ആണ് റിലീജിയൻ എന്നാണ് മാർക്സ് വെബറുടെ കാഴ്ചപ്പാട്. സ്ട്രിക്ട്ലി അവോയ്ഡ്സ്, ഇനി എമിൽ ഡർക്കീം ആണെങ്കിൽ സ്ട്രിക്ട്ലി അവോയ്ഡ്സ് യൂസിങ് കൺസെപ്റ്റ്സ് ലൈക്ക് ഗോഡ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്സ്. ഗോഡ്സ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്സ് എന്നുള്ള ആ കൺസെപ്റ്റ് ഒക്കെ ആകെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എമിൽ ഡർക്കീം. മാക്സ് വെബർ ആണെങ്കിൽ മേക്ക് യൂസസ് ഓഫ് ദീസ് കൺസെപ്റ്റ്സ്. മാക്സ് വെബർ ഇവരുടെ ഈ ഗോഡ്സ്, സ്പിരിറ്റ്, പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സ്ഥാനം കൊടുത്ത്. എമിൽ ഡർക്കീം കൺസിഡേഴ്സ് സയൻസ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് റിലീജിയൻ. എമിൽ ഡർക്കീമിന്റെ അഭിപ്രായത്തിൽ സയൻസ് എന്ന് പറയുന്നത് റിലീജിയന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, തുടർച്ചയാണ്. സീസ് നോ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം. അവിടെ റിലീജിയനും സയൻസുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റും അദ്ദേഹം കാണുന്നില്ല. മതത്തിന്റെ തന്നെ ഒരു തുടർച്ചയാണ് സയൻസ് എന്നുള്ള അഭിപ്രായക്കാരനാണ് എമിൽ ഡർക്കീം. മാക്സ് വെബർ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല.
കോൺട്രാസ്റ്റ് ടു ഈച്ച് അതർ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സയൻസ് ആൻഡ് റിലീജിയൻ ഇൻ കോൺട്രാസ്റ്റ് ടു ഈച്ച് അതർ, രണ്ടും വ്യത്യസ്ത വിപരീത സ്വഭാവമുള്ളതാണ്. സയൻസ് റിലീജിയനെതിരും റിലീജിയൻ സയൻസിനെതിരുമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മാക്സ് വെബറിനുള്ളത്. ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോകാം. അടുത്തത് എക്കണോമിയാണ്. ഇവിടെ ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്നും തുടങ്ങാം. ഡർക്കിംസ് വ്യൂ ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ആദ്യം നോക്കുക. അപ്പോൾ ഡർക്കിം ക്ലാസിഫൈസ് ഹ്യൂമൻ സൊസൈറ്റി ഇൻടു, ഈ ഡിവിഷൻ ഓഫ് ലേബർ അനുസരിച്ച് അദ്ദേഹം ഹ്യൂമൻ സൊസൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, പഴയ കാലത്തുണ്ടായിരുന്നത്, പിന്നെ മറ്റത് ഓർഗാനിക് സോളിഡാരിറ്റി. നമ്മൾ ഡർക്കിമിനെ പഠിച്ചപ്പോൾ ഈ രണ്ട് സോളിഡാരിറ്റിയും പഠിച്ചാണ്, അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചതാണ്. അതെന്താണെന്ന് അവിടെ വീണ്ടും ഓർത്ത് നോക്കുക. അതുപോലെ അബ്നോർമൽ ഫോംസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, അത് അവിടെ അനോമി, അതുപോലെ അനോമി എന്ന് വെച്ചാൽ നോംലെസ് സ്റ്റേറ്റിനെയാണ് അനോമിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഇക്വാളിറ്റി, ഇതൊക്കെ ആ ഡിവിഷൻ ഓഫ് ലേബറിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഇതൊക്കെയാണ് അനോമി ആൻഡ് ഇൻഇക്വാളിറ്റി, ഇൻഎഡ്യൂക്കേറ്റ് ഓർഗനൈസേഷൻ. ഇതെല്ലാം ആ സൊസൈറ്റിയുടെ ആ സെറ്റപ്പിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന, ഡിവിഷൻ ഓഫ് ലേബറിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന അവസ്ഥകളാണ്. ഇനി മാർക്സ് ബിയോണ്ട് ഡിവിഷൻ ഓഫ് ലേബർ. മാർക്സ് ഡിവിഷൻ ഓഫ് ലേബറിനെ കണ്ടത്, ഇത് മാർക്സിന്റെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ തിയറികളെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഹെഡിങ് മാത്രം നോക്കി പോവുകയാണ്. ഒന്ന് സോഷ്യൽ ഡിവിഷൻ ഓഫ് ലേബർ, സൊസൈറ്റിയിൽ തന്നെ എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റി സോഷ്യൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അതുപോലെ ഈ ഡിവിഷൻ ഓഫ് ലേബർ വേറെ ഇൻഡസ്ട്രി ഓർ മാനുഫാക്ചറിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഓരോ സംഗതികളും ഓരോ ഭാഗം ഓരോ കൂട്ടർ പ്രൊഡക്റ്റ് ചെയ്യുക, അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടു തരം ഡിവിഷൻസ് ഓഫ് ലേബറിനെ കുറിച്ച് കാർൽ മാർക്സ് പറയുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് അക്യുറേറ്റ് ടു ദ ക്യാപിറ്റലിസ്റ്റ് ലാഭങ്ങൾ കുന്നുകൂട്ടണം. വർക്ക്സ് ലോസ് കൺട്രോൾ ഓവർ വാട്ട് ദേ പ്രൊഡ്യൂസ്, എന്താണ് ഉണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് അത് വർക്കേഴ്സാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പക്ഷെ അവർക്ക് അതിൻ്റെ മേലൊരു കൺട്രോളും ഇല്ല. ഈ ഡീഹ്യൂമനൈസേഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ്സിന് അവിടെ ഡീഹ്യൂമനൈസേഷൻ സംഭവിക്കണം, എലിനേഷൻ സംഭവിക്കണം. എന്തിനൊക്കെയാണ് അവരെ മാറ്റപ്പെടുന്നത്? വർക്കേഴ്സ് ഈസ് റോബ്ഡ് ഓഫ് കൺട്രോൾ ഓവർ ദെയർ വർക്ക്, ദ വർക്കേഴ്സ് ബിക്കം എലിനേറ്റഡ് ഫ്രം ദ പ്രൊഡക്ട്സ്, അവരുണ്ടാക്കിയ പ്രൊഡക്ട്സിൽ നിന്ന് അവർ എലിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്രം ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് അവർ എലിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രം ഫെല്ലോ വർക്കേഴ്സ്, അതിൽ നിന്നും, ആൻഡ് ഫ്രം സൊസൈറ്റി അറ്റ് എ ലാർജ്, അങ്ങനെ അവർ സൊസൈറ്റിയിൽ നിന്ന് പോലും മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മാർക്സിയൻ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് ആ കാര്യങ്ങൾ ഓർക്കുക. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഡർക്കിം ആൻഡ് മാർക്സ്. Causes of division of labor. Both Durkheim and Marx make a very clear distinction between division of labor in simple society and complex industrial societies. Division of labor is an inevitable and necessary aspect of the socio-economic life of society. But they are more concerned and interested in the division of labor that take place in industrial societies. അടുത്തത് consequences of division of labor. ഫോളോയിങ് ഫ്രം ദർ ഡിഫറെന്റ് വ്യൂസ്, രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഓൺ ദ കോസസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാകാൻ കാരണം Durkheim's and Marx's perspective on the consequences of division of labor too are bound to different. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമായിട്ടാണ് പറയുന്നത്. Durkheim, as earlier mentioned, sees division of labor as a process that would help individual coexist and cooperate. ഇവിടെ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇൻഡിവിജ്വൽസിനെ ഒന്നിച്ച് നിൽക്കാനും കോഓപ്പറേറ്റ് ആയിട്ടും കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇവരെ വേറെ വേറെ ക്ലാസ്സുകളാക്കി തിരിക്കാനും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്തത്. സെക്കൻഡ്, സൊല്യൂഷൻ ടു ദ പ്രോബ്ലം റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് ലേബർ. അതിന് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനും ഇവർ പറയുന്നുണ്ട്. പിന്നെ ഡർക്കിംസ് ഫങ്ഷണൽ മോഡൽ
ഓഫ് സൊസൈറ്റി ആൻഡ് മാർക്സ് കോൺഫ്ലിക്റ്റ് മോഡൽ. രണ്ട് തരം മോഡൽ ഓഫ് സൊസൈറ്റിയാണ്. ഡർക്കിമിന്റെ മോഡലിനെ നമ്മൾ പറയുന്നത് ഫങ്ഷണൽ മോഡലാണ്, മാർക്സിൻ്റെത് കോൺഫ്ലിക്റ്റ് മോഡലാണ്. ഇതെല്ലാം അവരെ കുറിച്ച് പഠിച്ചപ്പോൾ വ്യക്തമായിട്ട് പഠിച്ചാണ്. ഇവിടെ സൊസൈറ്റിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഹോൾ സിസ്റ്റം ആയിട്ടാണ്. അവിടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ശരിക്കും ഫങ്ഷൻ ചെയ്താലാണ് ആ ഹോൾ മോഡല്, ആ ഫുൾ സൊസൈറ്റി എന്നുള്ളത് ശരിക്കും ഫങ്ഷനിലേക്ക് വരുള്ളൂ. അപ്പോൾ അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് സ്വരുമയോടുകൂടി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് ആർ വ്യൂഡ് ബൈ ഹിം ഇൻ ടേംസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ദേ മേക്ക് ടു കീപ്പിംഗ് എ സൊസൈറ്റി അലൈവ്. അപ്പോൾ ആ സൊസൈറ്റിയുടെ ഓരോ പാർട്സും നല്ല രീതിയിൽ പ്രവർത്തിച്ചാലാണ് സൊസൈറ്റിക്ക് നല്ല ജീവൻ ഉണ്ടാകുക. യു ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ യൂണിറ്റ് 18 ഓഫ് ദിസ് ബ്ലോക്ക്. ഇനി ഡർക്കിം ട്രൈസ് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ ടു ദ ക്വസ്റ്റ്യൻ ഇൻ of order. Remember, he lived at a time when social order seems to be under threat. ആ സമയത്താണ് ഡർക്കിം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ ത്രെറ്റിനോട് ചേർന്ന് അതിനനുയോജ്യമായിട്ടുള്ള ഒരു വിചാരചിന്തയാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഡർക്കിം ഡസ് നോട്ട് മിയർലി ലുക്ക് അറ്റ് ദ എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ബട്ട് റാദർ ഇൻ സോഷ്യൽ ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെറുതെ എക്കണോമിക് ആസ്പെക്ട് ഓഫ് അല്ല ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്ന് അദ്ദേഹം കണ്ടത്, സോഷ്യൽ ആസ്പെക്റ്റിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുവഴി സോഷ്യൽ ഇന്റഗ്രേഷനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ക്യാപിറ്റലിസത്തിന് കുറെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റലിസം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സം ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഫോർ സെയിൽ റാദർ ദാൻ ഫോർ സെൽഫ് യൂസ്. ക്യാപിറ്റലിസത്തിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഫോർ സെയിൽ റാദർ ദാൻ ഫോർ സെൽഫ് യൂസ്. സെൽഫ് യൂസിനേക്കാളും പ്രൊഡക്ഷന്, സെയിലിന് വേണ്ടി, വിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്യണം. ദ എക്സിസ്റ്റൻസ് ഓഫ് മാർക്കറ്റ് വെയർ ലേബർ പവർ ഈസ് ബ്രോട്ട് ആൻഡ് സോൾഡ്. സെക്കൻഡ് വൺ. Third characteristics, exchange takes place through money. And fourth one, the capitalist control the production processes. Fifth characteristics ആണ് the capitalist controls financial decisions. Next one, in between there is competitions in between the capitalist and bourgeoisie. Then Marxist views on capitalism. Karl Marx maintains that economic activity and economic structure is the basis on which social life rests. അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റലിസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റേജ്, പല സ്റ്റേജിൽ കൂടിയാണ് സൊസൈറ്റി കടന്നു പോകുന്നത്. അപ്പൊ ക്യാപിറ്റലിസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് വർദ്ധിച്ച് അവിടെ ഒരു ആകെ വിപ്ലവകരമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാക്കി. അത് കമ്മ്യൂണിസത്തിന് വഴിതെളിക്കുമെന്നും അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അദ്ദേഹം തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ് ഊന്നി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന് സോഷ്യലിസത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ വന്ന് ചേരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നത് അവിടെ ആ വ്യത്യാസം മനസ്സിലാക്കുക. കമ്മ്യൂണിസം ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വിപ്ലവത്തിലൂടെ അവിടെ ചേരും. സോഷ്യലിസം എന്ന് പറയുന്നത് സമാധാനപരമായിട്ട്, സാവകാശത്തിൽ സമാധാനപരമായിട്ടും ഏറ്റവും നല്ല അന്ത്യത്തിൽ എത്തിച്ചേരുക. അതാണ് സോഷ്യലിസം വിവക്ഷിക്കുന്നത്. ഇനി ക്യാപിറ്റലിസം ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ക്യാപിറ്റലിസത്തിൽ എപ്പോഴും ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ്, അതുപോലെ ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്, അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കാണ് കൂടുതൽ തൊഴിലാളികളെല്ലാവരും ഒരേപോലെ യോജിച്ച് സൊസൈറ്റിയിൽ വിപ്ലവം ഉണ്ടാക്കുന്നത്. ഇനി വെബേഴ്സ് വ്യൂസ് ഓൺ ക്യാപിറ്റലിസം. ഇനി വെബേഴ്സിന്റെ വ്യൂസ് ഓൺ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞേക്കണം വെബർ ഓൺ റാഷണാലിറ്റി ആണ് ഈ ക്യാപിറ്റലിസത്തിന് വഴി തുറന്നതെന്നുള്ള അഭിപ്രായക്കാരനാണ് വെബർ. പിന്നെ റാഷണലൈസേഷൻ ആൻഡ് വെസ്റ്റേൺ സിവിലൈസേഷൻ. ഈ റാഷണലൈസേഷനിൽ കൂടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് വെസ്റ്റേൺ സിവിലൈസേഷൻസിലാണ്. അവിടെയാണ് കൂടുതൽ വളർച്ച ഉണ്ടായത്. അതുപോലെ ട്രഡീഷണൽ ആൻഡ് റാഷണൽ ക്യാപിറ്റലിസം, അങ്ങനെ രണ്ടു തരം ക്യാപിറ്റലിസത്തിനെ കുറിച്ചും വെബർ മെൻഷൻ ചെയ്യുന്നുണ്ട്. In traditional capitalism, most households are self-sufficient and produce for self-consumption and basic necessities of life. അപ്പൊ ട്രഡീഷണൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പുരാതന കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് ഓരോ വീട്ടുകാരും ആ കുടുംബത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ അവര് തന്നെ ഉണ്ടാക്കുക, അവര് തന്നെ ഉപയോഗിക്കുക. അങ്ങനെ അഥവാ വേണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനത്തിന് പകരം വേറെ സാധനം വാങ്ങിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ബാർട്ടർ
സ്റ്റേജ് അതുപോലെ ഉള്ളതിനെയാണ് ട്രഡീഷണൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദെയർ മാർക്കറ്റ്സ് ആർ ദസ് റെസ്ട്രിക്റ്റഡ് ടു എ ഫ്യൂ പ്രൊഡക്ട്സ് ആൻഡ് എ സ്മോൾ സെലക്ട് ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ്. അപ്പോൾ അവരുടെ മാർക്കറ്റിൽ ഇങ്ങനെ വളരെ കുറച്ച് പ്രൊഡക്റ്റും കുറച്ച് ആളുകളാണ് വിൽപ്പനക്കാരായിട്ടുള്ളത്. ഓവർസീസ് ട്രേഡ് ഈസ് എ റിസ്കി ബിസിനസ്. ആ കാലഘട്ടങ്ങളിൽ ഓവർസീസ് ട്രേഡ്സ് ഉണ്ടായിരുന്നില്ല. ഇൻ ദിയർ ഹങ്കർ ഫോർ പ്രോഫിറ്റ്സ് ട്രഡീഷണൽ ക്യാപിറ്റലിസ്റ്റ് സെൽ ഗുഡ്സ് അറ്റ് എക്സോർബിറ്റന്റ് റേറ്റ്സ്. അപ്പോൾ അവർ ഈ പണത്തിനുള്ള ആർത്തി മൂലം ഈ ട്രഡീഷണൽ ക്യാപിറ്റലിസ്റ്റ് അന്നും കയ്യുക്കളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ട്രഡീഷണൽ ക്യാപിറ്റലിസ്റ്റ് ഹൈ റേറ്റ്സിനാണ് അവരുടെ സാധനങ്ങൾ വിറ്റിരുന്നത്. ബിസിനസ് ഇസ് എ ഗ്യാമ്പിൾ. അവരുടെ ഒരു ഗ്യാമ്പിളിംഗ് പോലെയാണ് ബിസിനസ്. അവർക്ക് ഇഫ് സക്സസ്ഫുൾ അതിൽ ജയിച്ചാൽ അതേ ഗെയിൻസ് എ ഗ്രേറ്റ്, കൂടുതൽ നേടാൻ പറ്റും. ആൻഡ് സോ ആർ ലോസസ് ഇഫ് ബിസിനസ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. ജയിച്ചാൽ ഒത്തിരി നേടും, തോറ്റാൽ എല്ലാം ബിസിനസ്സേ നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയാണ് ട്രഡീഷണൽ ക്യാപിറ്റലിസത്തിലുള്ളത്. മോഡേൺ ഓർ റാഷണൽ ക്യാപിറ്റലിസം ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ജസ്റ്റ് എ ഫ്യൂ ലക്ഷൂറിയസ് ഓർ എ റെയർ കമോഡിറ്റീസ്. ഇപ്പൊ ഇവിടെ എല്ലാവരും എല്ലാ കാര്യത്തിലും ഉൾപ്പെടുന്നുണ്ട്. അതാണ് മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് അറ്റ് ദ ഓർഡിനറി ഗുഡ്സ് ഇൻ എവറിഡേ യൂസ് ഫ്രം ബ്രെഡ് ടു ക്ലോത്ത് ടു യൂട്ടൻസിൽസ് ആൻഡ് ടൂൾസ്. അൺലൈക്ക് ട്രഡീഷണൽ ക്യാപിറ്റലിസം, rational capitalism is dynamic and constantly expanding. New innovations, new methods of production and new products are constantly being invented. പുതിയ കാര്യങ്ങൾ, പുതിയ ഉൽപാദനങ്ങൾ, പുതിയ രീതികളൊക്കെ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റാഷണൽ ക്യാപിറ്റലിസം ഡിപ്പെൻഡ്സ് ഓൺ മാസ് പ്രൊഡക്ഷൻ. അപ്പൊ ഈ റാഷണൽ ക്യാപിറ്റലിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷനിലാണ് ആൻഡ് മാസ് ഡിസ്ട്രിബ്യൂഷനും. ഗുഡ്സ് മസ്റ്റ് ബി എക്സ്ചേഞ്ച് ഇൻ എ പ്രെഡിക്റ്റബിൾ ആൻഡ് റിപ്പീറ്റഡ്ലി വേ. ബിസിനസ് ഈസ് നോ ലോങ്ങർ സീൻ ആസ് ഗാമ്പിൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാം ചിന്തിച്ച് യുക്തിപരമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഗാമ്പിൾ. ദ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഡസ് നോട്ട് സെൽ എ ഫ്യൂ പ്രൊഡക്ട്സ് ടു എ ഫ്യൂ പീപ്പിൾ അറ്റ് എ ഹൈ കോസ്റ്റ്. ദ ഐഡിയ ഈസ് ടു ഹാവ് പ്ലെന്റി ഓഫ് കസ്റ്റമേഴ്സ് ബൈയിങ് പ്ലെന്റി ഓഫ് ഗുഡ്സ് വിച്ച് ഓൾ ക്യാൻ എഫോർഡ്. അതാണ് പുതിയ മോഡേൺ റാഷണൽ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത. കുറെ പ്രീ കണ്ടീഷൻസ് ഫോർ റാഷണൽ ക്യാപിറ്റലിസം ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് നെസസറി ഫോർ പ്രൊഡക്ഷൻ. സെക്കൻഡ് ഫ്രീ മാർക്കറ്റ്. തേർഡ് വൺ റാഷണൽ ടെക്നിക്സ്. ഫോർത്ത് റാഷണൽ ലെജിസ്ലേഷൻ. ലാസ്റ്റ് വൺ ഫ്രീ ലേബർ ഫോഴ്സ്. ഒന്നും കൂടിയുണ്ട് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ എക്കണോമി. ഇനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്രോത്ത് ഓഫ് റാഷണൽ ക്യാപിറ്റലിസം. റാഷണൽ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എക്കണോമിക് ഫാക്ടർ, പിന്നെ പൊളിറ്റിക്കൽ ഫാക്ടർ, അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടർ, റീജിയണൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പൊ അതിന്റെ എത്തിക്സ്, ഇതെല്ലാം ഈ റാഷണൽ ക്യാപിറ്റലിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി ദ ഫ്യൂച്ചർ ഓഫ് ദ റാഷണലിസ്റ്റ് വേൾഡ്, ദ അയൺ കേജ്. അത് ഒരു വെബറിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്. ഫ്യൂച്ചർ ഓഫ് റാഷണലൈസ്ഡ് വേൾഡ് ഒരു അയൺ കേജ് ആയിട്ട് മാറുന്നു. അതായത് മനുഷ്യൻ പ്രകൃതിയിലെ എല്ലാ തത്വങ്ങളും കണ്ടുപിടിച്ച് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി യുക്തിസഹജമായിട്ട് മുന്നോട്ട് പോയി വരുമ്പോൾ പിന്നീട് അവർക്ക് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ, മോഹങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, മോഹഭംഗത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്നാ പറയണ. അതിന് അദ്ദേഹം പറയണ, അപ്പോൾ മനുഷ്യൻ അവൻ തന്നെ നിർമ്മിച്ച ഒരു അയൺ കേജിൽ തടയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും. അതായത് കൂടുതലായിട്ട് ഇനി ഒന്നും മോഹിക്കാനുമില്ല, കണ്ടുപിടിക്കാനുമില്ല. ഉണ്ടെങ്കിലല്ലേ മോഹിക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ വരുമ്പോൾ ഒരു മോഹഭംഗത്തിന്റെ അവസ്ഥയിലേക്ക് വ്യക്തികൾ ഓരോരുത്തരും എത്തിച്ചേരും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇത്. കമ്പാരിസൺ ബിറ്റ്വീൻ മാർക്സ് ആൻഡ് വെബർ. ഇവിടെ ഡിഫറൻസ് ഇൻ അപ്രോച്ച് അത് ഉണ്ട് അവിടെ. കാറൽ മാർക്സ് യു സ്റ്റഡീഡ് ഏർലിയർ ടേക്ക് സൊസൈറ്റി ആസ് ഇസ് യൂണിറ്റ് ഓഫ് അനാലിസിസ്. വെബർ ഓൺ ദ അതർ ഹാൻഡ് സ്റ്റഡി സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് മീനിങ്സ് attributed to given by individuals to the world around them. പിന്നെ രണ്ടാമത്തേത് ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം. മാർക്സ് ഈസ് ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ഇൻ ടേംസ് ഓഫ് എ ഷിഫ്റ്റ് ഇൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ് ഓഫ് പ്രൊഡക്ഷനിലുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടാണ് ക്യാപിറ്റലിസം ഉദയം ചെയ്തതെന്നുള്ള അഭിപ്രായക്കാരനാണ് മാർക്സ്.
To him, the economy or the material world is the infrastructure or base. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും എക്കണോമി അതല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡ് ആണെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. വിച്ച് മോൾസ് ദ അതർ സബ്സിസ്റ്റംസ് ലൈക്ക് മറ്റ് സബ്സിസ്റ്റംസ് സൊസൈറ്റിയുടെ, അതായത് കൾച്ചർ, റിലീജിയൻ, പൊളിറ്റി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ഈ എക്കണോമിക് സിസ്റ്റത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണെന്നാണ് മാർക്സിന്റെ അഭിപ്രായം. സോ എ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഈസ് സീൻ പ്രൈമറിലി ആസ് എ ചേഞ്ച് ഇൻ എക്കണോമിക് സിസ്റ്റം. The emergence of capitalism is thus explained in terms of changed mode of production, which results from the contradiction within the earlier historical change. In this case, അതായത് ഫ്യൂഡലിസത്തിൽ നിന്ന് വളർച്ച പ്രാപിച്ച് പല പല മാറ്റങ്ങളിൽ കൂടി കടന്നു വന്നിട്ടാണ് ക്യാപിറ്റലിസത്തിലേക്ക് എത്തിച്ചേർന്നത്. Weber analysis is much more complex. As you have studied, he does not ignore economic factor. Economic factor ഒരു ഫാക്ടർ ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇൻ ദ എമർജൻസ് ഓഫ് റാഷണൽ ക്യാപിറ്റലിസം, പക്ഷെ അത് റാഷണൽ ക്യാപിറ്റലിസം ആണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് വെബർ പറഞ്ഞിരിക്കുന്നത്. ഇനി സം പീപ്പിൾ സേ ദാറ്റ് വെബേഴ്സ് വർക്ക് ഈസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് മാർക്സ്. ചിലവർ പറയണത് വെബറിന്റെ വർക്ക് മാർക്സിന്റെ വർക്കിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. രണ്ടുപേരും രണ്ട് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. ഒരാളുടെ പ്രവൃത്തിക്ക് മറ്റൊരാൾ വിപരീത പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദേ സേ ദാറ്റ് വൈൽ മാർക്സ് പുട്ട് എക്കണോമി ബിഫോർ റിലീജിയൻ, മാർക്സ് ആണെങ്കിൽ പുട്ട് എക്കണോമി ബിഫോർ റിലീജിയൻ, റിലീജിയനേക്കാളും മുൻ സ്ഥാനം എക്കണോമിക് ആണ് കൊടുത്തിരുന്നെങ്കിൽ വെബർ പുട്ട് റിലീജിയൻ ബിഫോർ എക്കണോമി. വെബർ ആണെങ്കിൽ വെബർ പുട്ട് റിലീജിയൻ ബിഫോർ എക്കണോമി. വെബർ റിലീജിയന് എക്കണോമിനേക്കാളും മുൻസ്ഥാനം കൊടുത്ത് മാർക്സിന് എപ്പോഴും ഇമ്പോർട്ടൻസ് എക്കണോമിക് ഫാക്ടർ തന്നെയാണ്. ദിസ് ഇസ് എ റാദർ സിംപ്ലിസ്റ്റ് വേ ഓഫ് സീയിങ് ദെയർ വർക്ക്. ഇറ്റ് ഈസ് മോർ അപ്രോപ്രിയേറ്റ് ടു സേ ദാറ്റ് വെബേഴ്സ് അനാലിസിസ് കോംപ്ലിമെന്റ്സ് ദാറ്റ് ഓഫ് മാർക്സ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് new dimensions and new angles with which to view as a complex phenomena of capitalism. In a consequence of capitalism and remedy for change. ഇവിടെ കാറൽ മാർക്സ് ക്യാപിറ്റലിസം സിംബോളിസസ് എക്സ്പ്ലോയിറ്റേഷൻ, ഡീഹ്യൂമനൈസേഷൻ ആൻഡ് എലിനേഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ്, അതൊക്കെ അതിന്റെ പ്രോബ്ലം ആയിട്ടാണ് കാറൽ മാർക്സ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ ഇൻഈക്വാലിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി ബ്രേക്ക് ഡൗൺ. ഇത് ഇൻഈക്വാലിറ്റി കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രോബ്ലം ഒക്കെ. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി ഇത് എല്ലാം മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് കാറൽ മാർക്സ്. ദിസ് ബ്രേക്ക് ഡൗൺ വിൽ ബി ബ്രോട്ട് അബൌട്ട് ബൈ ഇറ്റ്സ് ഓൺ ഇന്നർ കോൺട്രഡിക്ഷൻ. ഉള്ളിൽ തന്നെ അതിനായിട്ടുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും. The portrait will bring about a revolution and thus a new stage of human history, namely communism will born. അപ്പൊ അവസാനം ഈ ക്യാപിറ്റലിസം ഇല്ലാതെ ആവും, പോളിട്രേറ്റ് അവരുടെ വിപ്ലവത്തിൽ വിജയിക്കും, അങ്ങനെ ഒരു കമ്മ്യൂണിസം വിൽ ബി ബോൺ ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി എന്നുള്ള അഭിപ്രായക്കാരനാണ് കാറൽ മാർക്സ്. ഫോർ വെബർ ടു റാഷണൽ ക്യാപിറ്റലിസം ഈസ് ബേസിക്കലി എലിനേറ്റഡ് ഫോർ ഹ്യൂമൻ സൊസൈറ്റി. വെബറും ഇങ്ങനെ പറയേണ്ട റാപ്പിറ്റൽ ക്യാപിറ്റലിസം ഈസ് basically alienating for human society. Rational capitalism and the rational bureaucratic state go hand in hand. Human life gets routinized. അവസാനം ഒരു എൻചാൻറ്റ്മെന്റ് പോലെ വരുമെന്നാണ് അദ്ദേഹം പറയണത്. അപ്പൊ അവിടെ അവസാനം ശുഭ പര്യാപ്തിയായിട്ടല്ല അദ്ദേഹം കാണുന്നത്. അങ്ങനെ പോയി കുറെ ദ പ്രോഗ്രസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ദ ഹ്യൂമൻ കോസ്റ്റ് ടു ഗെയിൻ കൺട്രോൾ ഓവർ നേച്ചർ ആൻഡ് ദ വേൾഡ് ആർ പ്രോസസ്സസ് ദാറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ്. അതങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ. ഹെൻസ് റെവല്യൂഷൻ ആൻഡ് റിബല്യൻസ് കനോട്ട് ഫണ്ടമെന്റലി ചേഞ്ച് ദ ഡയറക്ഷൻ ഇൻ വിച്ച് സൊസൈറ്റി ഈസ് മൂവിങ്. അപ്പൊ ഇവിടെ മാർക്സ് ആൻഡ് വെബർ കൺസിഡർ ക്യാപിറ്റലിസം യൂസിങ് ഡിഫറെന്റ് അപ്രോച്ചസ്. മാർക്സ് സ്റ്റഡീസ് ഇൻ ടേംസ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സ്റ്റേജസ് വിച്ച് സൊസൈറ്റി പാസസ് ത്രൂ. ക്യാപിറ്റലിസം എമർജൻസ് ആസ് എ റിസൾട്ട് ഓഫ് കോൺട്രഡിക്ഷൻ ഇൻ ദെയർ ഏർലിയർ സ്റ്റേജ് ബ്രിങ്ങിങ് അബൌട്ട് എ ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. Weber to emphasize economic factors like Marx, but his understanding of capitalism is more complex, taking into account value systems and beliefs in keeping with his
interpretive understanding of social phenomena. Both thinkers point out that capitalism has negative consequences for human society. അപ്പോൾ രണ്ടു കൂട്ടരും ഒരു കാര്യം പറയുന്നുണ്ട്, ക്യാപിറ്റലിസം അവസാനം ഹ്യൂമൻ സൊസൈറ്റിക്ക് ദോഷകരമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. ഹവർ their vision for the future is very different. പക്ഷെ രണ്ടുപേരും ഫ്യൂച്ചറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമാണ്. മാർക്സ് പ്രീച്ചസ് റെഗുലേഷൻ ആൻഡ് ചേഞ്ച്. മാർക്സ് പറയണത് ഒരു വിപ്ലവവും അതിൽ കൂടി ഉള്ള ഒരു ചേഞ്ചും ആണെങ്കിൽ വെബർ ഹാസ് നോട്ട് സച്ച് ഹോപ്സ്. വെബറിന് അതുപോലത്തെ ഉള്ള പ്രതീക്ഷകൾ ഒന്നുമില്ല. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുരോഗമിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ മോഹഭംഗത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇവിടെ വെബർ പറയണത്. To Marx, capitalism is rooted in irrationality. To Weber, it is reflection of rationality. അത് ഒരു പ്രത്യേക വ്യത്യാസമാണ്. മാർക്സ് capitalism is rooted in irrationality. Weber, it is a reflection of rationality. വെബറിന്റെ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും ഒരു മൾട്ടി ലെയേർഡ് ആൻഡ് മോർ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്.